വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. കാര്യം ടൈം ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഇട്ട് തിരക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും അന്ന് വാങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് ചേട്ടൻ്റെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. നച്ചിച്ച് റെഡി ആയിട്ടുണ്ട്, നമ്മൾ റെഡിയായി. എന്താണിത്? അങ്ങനെ ഞങ്ങളത് സഫാരി മാളിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അന്ന്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സഫാരി മാളിലൊന്ന് പോയി എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങാന്നൊക്കെ കരുതുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പോയി നോക്കട്ടെ. എവിടെ പോവാ? സഫാരി എന്തിനാ പോന്നേ? ജമ്പിങ്. പോവാം. ഓക്കെ, ഇനി ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് താഴെ പോയി നിൽക്കുക. അപ്പോൾ താഴെ പോയി നമുക്ക് ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇപ്പോൾ ഇതാ 6 മണിയാവുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇരുട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടെ നിന്നായിരിക്കും വണ്ടി എടുത്തിട്ട് വരിക. അപ്പം ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കാറ്റും തണുപ്പും ഒക്കെ കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഇതാ ചേട്ടൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരിതാ സഫാരി മാളിലോട്ട് വിട്ടു. അപ്പം ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാര്യം ഒരു 6 മണിയൊക്കെ ആയ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അങ്ങോട്ട് ലേറ്റ് ആക്കാൻ നിന്നില്ല കേട്ടോ. കാര്യം പിറ്റേന്ന് നമുക്കൊക്കെ പണിക്ക് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നേരെ സഫാരി മാളിലെത്തി. അപ്പോൾ ഇവിടെ ആകെയുള്ളൊരു ടാസ്ക് എന്ന് വെച്ചാൽ അതാ ഈ ഒരു പാർക്കിങ്ങിൻ്റെയാണ്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കണമായിരുന്നു. അപ്പോൾ ഇതാ വണ്ടി ഇതാ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങി. അങ്ങനെ നമ്മളിതാ സഫാരി മാൾ എത്തിയിട്ടല്ലേ വാവേ. ഇനി ഞങ്ങൾ ചേട്ടനും എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ വാങ്ങിച്ച് കൊടുക്കണം. നോക്കാം അല്ലേ വാവേ. അപ്പം നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ മഹാരാജയിൽ കയറാനായിരിക്കുന്നത്. മഹാരാജയിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് വെച്ചിട്ട് നമുക്ക് വലിയ ഒന്നും വാങ്ങില്ല. എനിക്ക് മോസ്റ്റ്ലി ഇഷ്ടമുള്ള ഒരു ഐറ്റം എന്ന് വെച്ചാൽ മോതിരമാണ്. അപ്പോൾ പിന്നെ അത് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ നേരെ നമ്മൾ വന്ന് മഹാരാജയിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റിങ് നോക്കാമെന്ന് എഴുതി തന്നെ കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ലൈറ്റ് വെയ്റ്റിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു റേറ്റിന് കിട്ടും. എന്താ പറയുക, ഇപ്പോൾ 1 ഗ്രാമിൻ്റെ ആയാലും 2 ഗ്രാമിൻ്റെ ആയാലും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്കൊന്നും നോക്കിയില്ല. ഇങ്ങനെ ഞങ്ങൾ നമ്മൾ മഹാരാജയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു എന്തെടുക്കും റിങ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എന്താ എടുത്തത് ഈ ഒരു റിങ്ങാണ് കേട്ടോ. ഇത് ഒരു ഡയമണ്ട് റിങ് ആണ്. അപ്പോൾ നല്ല എന്താ ഒരു മയിലിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങിച്ചു. നേരെ ഞങ്ങൾ അടുത്ത ഫ്ലോറിൽ പോയി ചേട്ടനുള്ള ഡ്രസ്സ് ഷൂ ഇങ്ങനെയൊക്കെ നോക്കാമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ ആ കൊച്ചിന് ഇഷ്ടമുള്ള ഒന്നും കിട്ടിയില്ല എന്നുള്ളതാട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ നമ്മുടെ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നേരെ അടുത്തടുത്ത് വന്നു. ഇത് പക്ഷേ എനിക്കും അമ്മയ്ക്കും ഉള്ളൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് മാറ്റണമെന്ന് ഇങ്ങനെ കുറേ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മൈൻഡ് ആക്കാതെ നടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ നേരെ എന്താ ഇത് ഇങ്ങനെ വന്നതാ ഈ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ എടുത്തത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്ത ഫ്ലോറിലോട്ട് പോയി. ഈ കുഞ്ഞിപ്പെണ്ണ് ഓടുന്ന കാണുമ്പോഴേ മനസ്സിലായില്ലേ അവളുടെ ഏരിയയാണ് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വോയിസ് കേൾക്കേണ്ട തന്നെയായിരുന്നു ഒരു കാര്യം. മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അവൾ മോള് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര തുള്ളിച്ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ടൈമൊക്കെ പോയതുകൊണ്ട് തന്നെ കുറച്ച് 1-2 ഐറ്റംസിൽ അതിലൊക്കെ മാത്രമേ കയറും. ഇവളുടെ മെയിനായിട്ടുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഇത്. അപ്പോൾ അതിലാദ്യമേ കേട്ടിട്ടുണ്ടായിരുന്നു. ആകെ അതിലൊരു 5 മിനിറ്റോ അത്രയും കണ്ടേ ഉള്ളൂ. പക്ഷെ അതിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാര്യം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ അറ്റൻഡ് ചെയ്ത ആൾ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷമാണ് കേട്ടോ അതൊക്കെ കയറിയത്.
അപ്പം അച്ഛനും മോളോടെയാണ് കയറിയിട്ടുള്ളത്. ദേ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇരുന്നു. ഇയാൾ ഭയങ്കര ജാടയിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ടാറ്റയൊക്കെ തന്നു, കുറേ എവിടെ പോകുന്നതാണ് കേട്ടോ പോകുന്നത്. പക്ഷെ അവളുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര സമയമില്ലെങ്കിലും നമ്മളവളെ ഇവിടെ കൊണ്ടുവന്നിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവളുടെ ആ ഒരു ചിരിയും അതിലിരിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്നല്ല, നമുക്ക് പൊതുവെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഞാനിവിടെ നിന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ ടാറ്റയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നെ ആദ്യമൊന്നും മൈൻഡ് ആക്കിയില്ല, ഭയങ്കര ജാടയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ ഒരു ചെറിയ അതിനകത്തൊക്കെ കയറി. അത് കഴിഞ്ഞത് അടുത്ത ഐറ്റത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതും അത് കണക്കൊരു 5 മിനിറ്റോ സംതിങ് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അതിലും കയറി. അങ്ങനെ കുറച്ച് നേരം എന്താ അവളെ അതിലൊക്കെ ഇരുത്തി അവളുടെ ഒരു ചിരിയും കളിയൊക്കെ കണ്ടിട്ട് പതുക്കെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ നെസ്റ്റോയിൽ പോകണം. കാര്യം ചേട്ടന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് നമ്മുടെ ഇവിടുത്തെ സ്വന്തം നെസ്റ്റോയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 9:30 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നല്ല ട്രാഫിക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചെനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ദുബായ് സൈഡിലോട്ട് നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വന്ന ടൈമിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി നമ്മളിതാ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നെസ്റ്റോയിലാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് നമുക്കുള്ള സാധനങ്ങളും വാങ്ങണം, പിന്നെ ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ആൾക്ക് പറ്റിയിട്ടുള്ള ഡ്രസ്സായാലും കുറച്ച് കംഫർട്ടായിട്ട് ആളെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് നെസ്റ്റോയിൽ നിന്നാണ് കേട്ടോ. അവിടുത്തെ ആ ഒരു ഡ്രസ്സിങ്ങിനോട് എന്തോ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാണ്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഫുൾ എനിക്ക് ഈ UAE ഏറ്റവും ഇഷ്ടം ഈ ഒരു നൈറ്റിൽ പോകാനാണ് കേട്ടോ. കാര്യം ഈ ഇത്രയും ലൈറ്റൊക്കെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ റോഡൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോയിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ആസ് യൂഷ്വൽ സൺഡേ ആണല്ലോ. അപ്പോൾ അച്ഛനും മോളും കൂടി തുള്ളിക്കളിച്ചാണ് കേട്ടോ പോകുന്നത്. ഇവർ രണ്ടുപേരും ടോം ആൻഡ് ജെറി കണക്കാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അടിയോടുന്നതും കാണാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നതും കാണാം. അങ്ങനെ ഞാൻ താഴെ പോയി കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആൾക്ക് വേണ്ടുന്ന കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നോക്കിയത് ചെരുപ്പിൻ്റെ സെക്ഷനിലാണ്. പക്ഷേ ഇത്തവണ ആൾ വിചാരിച്ച കണക്കുള്ള ആ ഒരു ചെരുപ്പ് ആൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കൂടി എടുക്കാമെന്ന് വെച്ചിട്ടു നേരെ അവിടെ എല്ലാം കറങ്ങി നടന്ന് അവസാനം ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് കേട്ടോ. ശരിക്കും അങ്ങനെയാണ് കേട്ടോ. കാര്യം ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ചെരുപ്പെടുക്കാനാണെങ്കിലും ചേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾ. കാര്യം അത്രയും ടൈം എടുത്ത് നോക്കി നമുക്ക് കൂടെ പോകുന്നവർക്ക് വട്ടാവും, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അങ്ങനെ അവസാനം ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് പറഞ്ഞ ചെറിയൊരു സാമ്പിളാണ്. ആൾ ഉദ്ദേശിച്ചത് വേറെയാണ്. അപ്പോൾ അത് പിന്നെ വാങ്ങിച്ചു കൊടുത്താൽ അതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വാച്ചൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് ആഗ്രഹിച്ചാലും ഞാൻ പറയുന്നതിന് മുമ്പ് ആളെനിക്ക് വാങ്ങിച്ചു തരും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഞാനും വാങ്ങിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഷോപ്പിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിതാ റൂം എത്തിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഒന്ന് ചെറിയ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കറി വെക്കണം. രാത്രി 10:30 ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കറി വെക്കാൻ നാളെ കൊണ്ടുപോകണം ചോറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.